ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ ബോട്ടാണ്. ഇത് നമ്മുടെ ട്രഡീഷണൽ പേപ്പർ ബോട്ടല്ല, ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്, പക്ഷെ വളരെ എളുപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാനൊരു A4 സൈസ് പേപ്പർ എടുത്തിട്ട് അത് ഇതേപോലെ ട്രയാങ്കിളായിട്ട് ഫോൾഡ് ചെയ്ത് താഴത്തെ ഭാഗം കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ നമുക്കൊരു സ്ക്വയർ പേപ്പർ കിട്ടി. ഇത് 20 by 20 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ പേപ്പറാണ്. അതിനെ വീണ്ടും ഡയഗണലായിട്ട് ഫോൾഡ് ചെയ്തു. ഇനി എല്ലാ കോർണേഴ്സും സെൻറ്ററിലേക്ക് ഫോൾഡ് ചെയ്യുക. പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കണം, എന്നാൽ മാത്രമേ നമ്മുടെ ബോട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഇപ്പം നമ്മൾ എല്ലാം സെൻറ്ററിലേക്ക് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഓരോ ട്രയാങ്കിളും നമ്മളെടുത്ത് ഇതേപോലെ ഫോൾഡ് ചെയ്യുക. എല്ലാ ട്രയാങ്കിൾസും ഇതേപോലെ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുക. കുറച്ച് സമയം എടുത്ത് പതുക്കെ ചെയ്താൽ മതി, കുഴപ്പമില്ല. ഇപ്പം നമ്മൾ 4 സൈഡും അതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് തിരിച്ചു വെച്ചിട്ട് 2 സൈഡ് ഇതേപോലെ സെൻറ്ററിലേക്ക് ഫോൾഡ് ചെയ്യുക. 2 എഡ്ജസ്, ഏതെങ്കിലും 2 എഡ്ജസ്, ഓപ്പോസിറ്റ് എഡ്ജസ് ഇതേപോലെ ഫോൾഡ് ചെയ്യുക. ഇനി നമ്മൾ ആ മുകളിലും താഴെയും ചെറിയ ഓരോ ട്രയാങ്കിൾസ് ഉണ്ട്, അത് നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെക്കുക. നമ്മൾ താഴത്തെ പാർട്ടിലും ആ ട്രയാങ്കിൾസ് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ഈ ട്രയാങ്കിൾ, ഈ ആ കോർണർ ഒന്നും കൂടി ഇതേപോലെ ഫോൾഡ് ചെയ്യുക. നമ്മൾ പേപ്പർ പ്ലെയിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു പ്രാവശ്യം കൂടി ഫോൾഡ് ചെയ്യുക. 4 സൈഡും ഇതേപോലെ തന്നെ ചെയ്യണം. അത് നമ്മൾ നല്ല കറക്റ്റായിട്ട് കുറച്ച് കട്ടിക്ക് തന്നെ അത് മടക്കിയെടുക്കണം. അടുത്ത സൈഡും അതേപോലെ തന്നെ നമ്മൾ ചെയ്യുകയാണ്. അങ്ങനെ 4 സൈഡും അതേപോലെ കട്ടിക്ക് നല്ലതായിട്ട് നമ്മൾ അത് ക്രീസ് ചെയ്തെടുക്കണം. ഒരു സ്കെയിലോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നല്ലതായിട്ട് അത് മടക്കിയെടുക്കണം. ഇനി നമ്മൾ ഇതുപോലെ പിടിക്കുമ്പോൾ കണ്ടോ, ആ ബോളിലും താഴെയുള്ള പാർട്ട് അത് ആ സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് ഒന്നുകൂടി ഫോൾഡ് ചെയ്യുക. ഇത്രയാവുമ്പോൾ നമ്മുടെ ഫോൾഡിങ്സ് എല്ലാം കഴിഞ്ഞു. ഇനിയും ഒരു ചെറിയൊരു പാർട്ടും കൂടെ ഉള്ളൂ. കുറച്ച് പാടായിട്ട് ആദ്യം തോന്നും, പക്ഷേ എളുപ്പമാണ്. എല്ലാം കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ ഓപ്പൺ ആക്കുക. ഇനി നമുക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഫ്രണ്ട് വശം, അകത്തെ വശം നമുക്ക് ഇപ്പം ഞാൻ പിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നതെല്ലാം നമ്മൾ ബാക്കിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ പതുക്കെ നമ്മൾ അതിനെ പുഷ് ചെയ്ത് അത് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരണം. ആ സൈഡിലൊക്കെ ഒന്ന് പിടിച്ചിട്ട് വേണം നമ്മൾ അതിനെ റിവേഴ്സ് ചെയ്ത് പതുക്കെ കൊണ്ടുവരാൻ. ഇപ്പോൾ നമ്മൾ ആദ്യമേ നമുക്ക് പുറകു വശം ആയിരുന്നത് നമുക്കിപ്പോൾ അകത്തെ വശത്തേക്ക് ആക്കി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇവിടെ എല്ലാം ഒന്ന് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തിട്ട് അവിടെ ഒരു പാർട്ട് ഉണ്ടല്ലോ, ഒരു ട്രയാങ്കിൾ പോലെ ഇരിക്കുന്നത്, അത് നമ്മൾ ഓപ്പൺ ആക്കി ഇതേപോലെ മുകളിലേക്ക് കൊണ്ടുവരാം. ഇനി ആ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പേപ്പർ ബോട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം മഴയൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പേപ്പർ ബോട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. എത്ര എളുപ്പമാണ് നമ്മളൊരു പേപ്പർ ബോട്ട് ഉണ്ടാക്കിയതല്ലേ? ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.